നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇപ്പോ നമ്മുടെ നവീൻ ബാബു ആർ ഡി ഒ ആയിരുന്ന നവീൻ ബാബുവിന്റെ ആ മരണത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലുപരി അത് കൊണ്ടെത്തിച്ച മറ്റു പല വിഷയങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. അതായത് പി ദിവ്യയുടെ ബിനാമി ഇടപാടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം CPM-ന്റെ ഇടപെടലുണ്ടോ, ഉന്നതർക്ക് അതിൽ പങ്കുണ്ടോ എന്ന രീതിയിൽ പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ അന്വേഷണങ്ങൾ CPM അട്ടിമറിക്കുന്നു, വിജിലൻസ് അന്വേഷണം അത് അട്ടിമറിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഈ വിഷയം ആദ്യം സംസാരിച്ചപ്പോൾ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം, പി ദിവ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമാകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കേസിൽ ഒരു ചുക്കം സംഭവിക്കില്ല എന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആദ്യം മുതൽ തന്നെ ഈ കേസിൽ തന്നെ, അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ ആദ്യം മുതൽ തന്നെ അട്ടിമറി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസ് തെളിയിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ആ ഡെഡ് ബോഡി, നവീൻ ബാബുവിന്റെ ഡെഡ് ബോഡി ആ വീട്ടിൽ നിന്ന് മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ നീതി കിട്ടില്ല എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും ഇപ്പൊ നമുക്കറിയാം. ആരൊക്കെ പറഞ്ഞാലും അതിലൊരു സംശയം ഇന്നും നിലനിൽക്കുകയാണ്. അതിലൊരു ക്ലാരിറ്റി ഇന്നും ഉണ്ടായിട്ടില്ല. ആ ക്ലാരിറ്റി ഉണ്ടാകാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അതിന് പിന്നീട് ദിവ്യ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീരെ നിവർത്തികെട്ട് ഒരു രീതിയിലും ജാമ്യം കിട്ടില്ല എന്ന അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ദിവ്യ കീഴടങ്ങുകയും ദിവ്യ പറഞ്ഞിടത്ത് പോയി ദിവ്യയെ ആരും കാണാതെ സംരക്ഷിച്ചതും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതെ കൊണ്ടുപോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ദിവ്യ ജയിലിൽ നിന്ന് വരുമ്പോൾ ദിവ്യ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയ ഒരു ദിവസം, ആ പറയാൻ തുടങ്ങിയത് പിന്നീട് ദിവ്യ തന്നെ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ദിവ്യ ശാന്തമായി മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവ്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. ദിവ്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ദിവ്യ മാത്രമാണ് അതിൽ പ്രതിയാക്കപ്പെട്ടു പോയത് എന്നുള്ളത് കൊണ്ട് മറ്റൊരാളും ഇതിന്റെ പിറകിലില്ല എന്നത് അതിനർത്ഥമില്ല. അപ്പോ ദിവ്യയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഏകപക്ഷീയമായി അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലേക്കും പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ആരോപണ വിധേയമായി വന്നിരുന്നു. ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച്, അവിടുത്തെ ചില CPM നേതാക്കന്മാരുടെ ഇടപാടുകളെ സംബന്ധിച്ച്, ചില വസ്തു ഇടപാടുകളെ സംബന്ധിച്ചൊക്കെ വാർത്തകൾ അന്ന് വന്നിരുന്നതാണ്. അതിലേക്കൊക്കെ വിരൽ ചൂണ്ടിയത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കോടതിയിലേക്ക് പോയതോടുകൂടി, കോടതിയിലേക്ക് CBI അന്വേഷണം വേണോ വേണ്ടേ എന്നുള്ള രീതിയിലേക്ക് കോടതിയിലേക്ക് പോയതോടുകൂടി പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം വിചാരിച്ചിരുന്നത്, അന്ന് നമ്മൾ കണ്ടതല്ലേ, വലിയ നാടകം കണ്ടതല്ലേ, പത്തനംതിട്ടയിലെ CPM നവീൻ ബാബുവിന്റെ ഒപ്പം നിൽക്കുന്നുവെന്നും കണ്ണൂരിലെ CPM ദിവ്യയോടൊപ്പം നിൽക്കുന്നുവെന്നും കണ്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോ സത്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കുടുംബം ഇതൊക്കെ വിശ്വസിച്ചു. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ കൂടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിഷേധിക്കാനോ കഴിയില്ല എന്ന സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് വേണം, രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ജോലിയൊക്കെ കളയാതെ, അല്ലെങ്കിൽ ജോലി വേണം, അവരുടെ വരുമാന മാർഗമാണ്, അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകണമെങ്കിൽ ജോലി വേണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാര്യങ്ങൾ പറയുന്നതിനും പ്രതികരിക്കുന്നതിനും ഒക്കെ പരിമിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവർ പത്തനംതിട്ടയിലെ CPM ചേർന്ന് നിൽക്കുകയും പിന്നീട് സംസ്ഥാന സെക്രട്ടറി അവിടേക്ക് വന്ന് പോകുമ്പോഴേക്കും പിന്നീട് എല്ലാവരും നിശബ്ദമാവുകയും, അന്നുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അടക്കം നിശബ്ദമാവുകയും ചെയ്തു പോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു, തീർച്ചയായും ദിവ്യക്കെതിരെയോ അവിടുത്തെ CPM നേതാക്കൾക്കെതിരെയോ ഒക്കെ ഏത് കേസ് വന്നാലും ആരാണ് അന്വേഷിക്കുന്നത്? കേരളത്തിലെ പോലീസ് തന്നെയല്ലേ അന്വേഷിക്കുക. കേരളത്തിലെ പോലീസ് ആരുടെ കയ്യിലാണ്? അത് പിണറായി വിജയന്റെ കയ്യിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ശശിയും പിണറായി വിജയനും ഒക്കെ വിചാരിക്കുന്നിടത്തോന്നും ഒരടി പിന്നോട്ടോ പോകാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല. പോലീസിന് കുഴപ്പമല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കുൽസിതങ്ങൾക്ക് വശംവദമായി പോകുന്ന സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് എവർക്കും അറിയാം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ CPM ഭരിക്കുമ്പോൾ മാത്രമല്ല, ഇനി കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസിന്റെ, പക്ഷെ ഇത്രത്തോളം നടക്കില്ല എന്ന് മാത്രം. കാരണം ഇത്രത്തോളം അപ്പോൾ CPM തെരുവിലിറങ്ങുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. CPM-ന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഒരു പക്ഷേ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെയല്ല, കുറച്ചെങ്കിലും അതുപോലെയല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് തീരുമാനിച്ചാലും അവർക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ദിവ്യയെ സംരക്ഷിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു CPM. അതിന്റെ ആദ്യഘട്ടം മുതൽ അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ജനരോഷം എതിരായതുകൊണ്ടും അന്ന് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ് അന്ന് ദിവ്യ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ജയിലിൽ പോലും പോകാതെ ദിവ്യയെ സംരക്ഷിച്ചെടുക്കാൻ CPM-ന് കഴിയുമായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി, ദിവ്യയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു പരാതി, ദിവ്യയും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച് ഒരു പരാതി വന്നിരുന്നു. അത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഷമാസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ കേസ് നൽകിയിരുന്നത്. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് ഷമാസ്. ദിവ്യക്കെതിരെ ഫെബ്രുവരി 21-ാണ് വിജിലൻസിന് പരാതി നൽകിയത്. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും ഈ പരാതിക്കാരനെ ഒന്ന് വിളിപ്പിക്കുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു അന്വേഷണം പോലും ഒന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു മൊഴിയെടുക്കൽ വേണ്ടി, ഒരു പരാതിക്കാരനെ വിളിപ്പിച്ച് എന്താണ് നിങ്ങളുടെ ഗ്രീവൻസ് എന്ന് ചോദിക്കേണ്ടത്. ഇതൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്ര കൃത്യമായാണ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ജനരോഷം എതിരായാലും കുഴപ്പമില്ല, ദിവ്യയെ ഞങ്ങൾ സംരക്ഷിച്ചെടുക്കും, അതിൽ അന്വേഷണം വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് വിജിലൻസ് അടക്കം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അത് ദിവ്യയെ മാത്രം സംരക്ഷിക്കാനായിരിക്കില്ല CPM ഈ ഒരു മുൻകൈ എടുക്കുന്നതെന്നല്ലേ മനസ്സിലാക്കുക? തീർച്ചയായും അതെ. ദിവ്യ മാത്രം സംരക്ഷിക്കാൻ പറയുമ്പോൾ ഇപ്പൊ പ്രതിസ്ഥാനത്ത് ദിവ്യയാണ് നിൽക്കുന്നത്. ദിവ്യയുടെ ഭർത്താവുണ്ട്, പ്രശാന്തനുണ്ട്. പ്രശാന്തനെ സംബന്ധിച്ച് പ്രശാന്തനാണ് ഇതിന്റെ എല്ലാം കേന്ദ്രമായി പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അതിനും അപ്പുറം മറ്റു ചിലരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ദിവ്യയെ സംരക്ഷിക്കാൻ, ദിവ്യ മാത്രമേ പ്രതിസ്ഥാനത്തുള്ളതുകൊണ്ടാണ് ഞാൻ ദിവ്യയെ സംരക്ഷിക്കാൻ എന്ന് പറയുന്നത്. ദിവ്യയല്ല, അവിടുത്തെ CPMന്റെ അവിഹിത ഇടപാടുകളെ സംരക്ഷിക്കാൻ തന്നെയാണ് നീക്കമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിലേക്ക് വരുമോ എന്ന് ഭയന്നിട്ടാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് യോഗേഷ് ഗുപ്ത തെറിച്ചത് എന്ന തരത്തിൽ അന്നേ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, എന്തൊക്കെയാണ് പരാതി, ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ ചാർജ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തികൾ ഒരു ബിനാമി കമ്പനിക്ക് നൽകി എന്ന ആരോപണമാണ് പ്രധാനമായും ഉള്ളത്. ഇതിനു പുറമെ മറ്റ് 2 ആരോപണങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ബിനാമി കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പാലക്കാട് തട്ടിൽ 4 ഏക്കറോളം ഭൂമി വാങ്ങി. ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സാധാരണഗതിയിൽ പേടിക്കാനൊന്നുമില്ലെങ്കിൽ ഒരു അന്വേഷണമെങ്കിലും നടത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നെങ്കിലും പറയേണ്ടതല്ലേ? അപ്പോൾ അത് പേടിക്കാനുണ്ട് എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം, കണ്ണൂർ ടൗണിൽ കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ പണം നൽകി ജില്ലാ പഞ്ചായത്തിനായി ഭൂമി വാങ്ങിയതും ഇതിൽ അഴിമതിയുണ്ട് എന്നൊക്കെയാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിജിലൻസിന്റെ വിജിലൻസ് DGP ആയിരുന്ന യോഗേഷ് ഗുപ്തയുടെ സ്ഥലം മാറ്റം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ഥാനമാറ്റം പോലും ഉണ്ടായതെന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം വ്യക്തവും കൃത്യവുമായാണ് CPM ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിവ്യയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദിവ്യയെ സംരക്ഷിക്കുക മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ CPM നേതാക്കളുടെ വഴിവിട്ട ഇടപെടലുകൾ പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ കേസിലും ഇതുപോലെ തന്നെ വിജിലൻസിന് അന്വേഷണം പോലും വേണ്ട എന്ന രീതിയിലേക്ക് ഫയൽ മടക്കാൻ കാരണമായി. ഇനി അഥവാ വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണത്തിന്റെ സ്ഥിതി എവിടെ വരെയായി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി പോലും അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 4 മാസമായി മൊഴിയെടുക്കാത്ത ഒരു കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിന്റെ ഒരു കാര്യങ്ങളും പുറത്തു വരരുത്, അല്ലെങ്കിൽ ഈ ഫയൽ മടക്കിയാൽ പോലും പുറത്തറിയരുത് എന്ന രീതിയിൽ തന്നെയാണ് വിവരാവകാശം പോലും നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ വിവരാവകാശത്തിൽ കൃത്യമായ വിവരം നൽകണമെന്നാണ് നിയമം. ഒരു വിവരവും നൽകാതെ അന്വേഷണം നടക്കുകയാണ്. ഏത് കേസിലും അങ്ങനെ എഴുതുക, അന്വേഷണം നടക്കുകയാണ്, ഇപ്പൊ പുറത്തു പറയാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം നമ്മൾ വിവരാവകാശം കൊടുക്കും? എപ്പോ കൊടുത്താലും അന്വേഷണം നടക്കുകയാണ് എന്നാണ് പറയുന്നത്. 4 മാസമായിട്ടും ഫെബ്രുവരി 21 നൽകിയ പരാതിയിൽ ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അന്വേഷണം നടത്താതെ ദിവ്യയെ സംരക്ഷിച്ചെടുക്കാനും അതുമായി ബന്ധപ്പെട്ട ദിവ്യയുമായി ചുറ്റപ്പെട്ടവരോ അല്ലെങ്കിൽ CPMവുമായി ബന്ധപ്പെട്ടവരോ ഒരു വലിയ സംഘത്തെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.